നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേലിന്റെ അതിക്രൂര നടപടി തുടരുകയാണ്. നമുക്കറിയാം, ഹമാസിന്റെ പേരും പറഞ്ഞ് നരനായാട്ടാണ് പാലസ്തീനിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി നിരപരാധികളായ സാധാരണക്കാരെയാണ് ഹമാസിന്റെ പേരും പറഞ്ഞ് ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കുന്നത്. എന്നാൽ നേരത്തെ ഗസയിലെ അൽഷിഫ ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് ഹമാസ് ഒളിത്താവളമായിട്ടായിരുന്നെന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ടണലുകൾക്ക് മുകളിലാണ് ആതുരാലയം പ്രവർത്തിച്ചിരുന്നതെന്നും ഇസ്രായേൽ വാദിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ആശുപത്രിയിലെ നിരപരാധികളായ അന്തേവാസികളെയും കൂട്ടിരിപ്പുകാരെയും മൃഗീയമായ രീതിയിലാണ് സൈന്യം കൈകാര്യം ചെയ്തത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അൽഷിഫ ആശുപത്രിയെ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററായി ഉപയോഗിച്ചിരുന്നുവെന്ന് കാണിക്കാനുള്ള തെളിവുകളൊന്നുമില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് അന്വേഷണത്തിൽ തെളിഞ്ഞു. IDF തലവൻ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നത് 5 ആശുപത്രി കെട്ടിടങ്ങൾ ഹമാസ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളായിരുന്നു. റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താനും പോരാളികളെ നിയന്ത്രിക്കാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾക്ക് മുകളിലായിരുന്നു ആശുപത്രി കെട്ടിടങ്ങൾ. ആശുപത്രി വാർഡുകൾക്കുള്ളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇതിനൊന്നും തെളിവുകളില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെ തള്ളിക്കളയാൻ മാത്രമേ സാധിക്കൂ എന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ. അതേസമയം അൽഷിഫ ആശുപത്രി മറിയാക്കി ഹമാസ് പോരാളികൾ പ്രവർത്തിക്കുന്നുവെന്ന് US ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതെല്ലാം തെറ്റാണെന്ന് ഓപ്പൺ സോഴ്സ് ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, IDF ഡോക്യുമെന്റേഷനുകൾ എന്നിവയൊക്കെ വിശകലനം ചെയ്തുള്ള വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിക്ക് താഴെ ടണലുകൾ ഉണ്ടെന്നും ഇവിടെയാണ് ഹമാസ് ബന്ദികളെ പാർപ്പിച്ചതെന്നും ആരോപിച്ച് ഇസ്രായേൽ സൈന്യം വൻ ആക്രമണമാണ് നേരത്തെ അൽഷിഫയ്ക്ക് നേരെ നടത്തിയത്. റെയ്ഡിന് പിന്നാലെയുള്ള ആക്രമണത്തിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ആശുപത്രിയിലേക്കുള്ള വൈദ്യുതി സേവനങ്ങൾ ഇസ്രായേൽ സേന വിച്ഛേദിക്കുകയും ഇന്ധന വിതരണം തടയുകയും നവജാത ശിശുക്കളെ അടക്കം നിരവധി രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയ ഹമാസ് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാനുള്ള പുതിയ നീക്കമാണ് ഇസ്രായേലിന്റെ നുണപ്രചരണത്തിന് പിന്നിലെന്നും വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിൻ്റേത് വ്യാജ പ്രചരണമാണെന്ന് ചൂണ്ടിക്കാട്ടി പാലസ്തീനികളും രംഗത്തെത്തിയിരുന്നു. അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കം ജനറേറ്റർ റൂമിൽ നിന്ന് മറ്റു കെട്ടിടങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി കേബിളുകൾ വ്യാപിപ്പിക്കാനുള്ള കോൺക്രീറ്റ് ചാനലുകളാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഒന്നും കണ്ടെത്താനാവാതെ ഇസ്രായേൽ സൈന്യം മടങ്ങിയെന്ന് ഗസ സർക്കാരിൻ്റെ മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു. നുണകളും വ്യാജ പ്രചരണങ്ങളും തെളിയിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്നും ഗസ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ നുണപ്രചരണം പൊളിഞ്ഞതിന് പിന്നാലെ സയനിസ്റ്റ് സേന ആക്രമണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. അൽഷിഫ ആശുപത്രിയിലെ സർജറി കെട്ടിടം പൂർണ്ണമായും തകർത്ത ഇസ്രായേൽ രോഗികൾ ഉൾപ്പെടെ 200ഓളം ആളുകളെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വിവിധ പരിശോധന വിഭാഗങ്ങൾക്ക് പുറമെ മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും സംഭരണശാല സേന ബോംബിട്ട് തകർത്തു. ഉൾവശത്തെ ചുമരുകളും കെട്ടിടത്തിനുള്ളിലെ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കള്ളപ്രചരണം നടത്തി ഒരു ആശുപത്രിയിലെ മുഴുവൻ ആളുകളെയും മനുഷ്യത്വരഹിതമായി കൊന്നൊടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. അൽഷിഫ ആക്രമണം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊക്കെ ഇസ്രായേലിൻ്റെ വെറും കള്ളപ്രചരണം മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിനോടകം തന്നെ ഇസ്രായേലിന്മേൽ പല രാജ്യങ്ങൾക്കും കടുത്ത അമർഷം ഉടലെടുത്തു കഴിഞ്ഞു. എന്തായാലും ഹമാസിൻ്റെ പേരും പറഞ്ഞ് അൽഷിഫയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളുടെ സത്യാവസ്ഥ കൂടി പുറത്തു വന്നതോടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മറ്റൊരു വാദം കൂടി പൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ.